ഇനിയിപ്പോൾ അടുത്തത് ഏതാണ്? ഇത് കോമ്പരറ്റീവ് സെറ്റ്സ് ആണ്. ഓക്കെ, കോമ്പരറ്റീവ് സെറ്റ്സ്. കോമ്പരറ്റീവ് സാറ്റ്സ് എന്ന് വെച്ചാൽ കോമ്പരറ്റീവ് സാറ്റ്സിൽ നമ്മൾ ആൾസ് അല്ലെങ്കിൽ ആൾസ് ഓബ് ചേർത്തിരിക്കണം. ഓക്കെ, ആൾസ് അല്ലെങ്കിൽ ആൾസ് ഓബ്. എന്നുവെച്ചാൽ ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? ആസ് ഈഫ് എന്ന് വെച്ചാൽ മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ പോലെ എന്നുള്ളത് മീനിങ് വരുന്നത്. പോലെ, ഇതാണ് മലയാളത്തിൽ ഇതിന് വരുന്ന മീനിങ്, പോലെ, അസീഫ് എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മളെന്താ ഇവിടെയൊക്കെ എന്താ ഫസ്റ്റ് നമുക്ക് എന്ത് വേണം? കൊണക്റ്റീവ്സ് വേണം. സെക്കൻഡ് നമ്മുടെ ഹൗസ് സാറ്റ്സിലും നേവൽ സാറ്റ്സിലും എന്തിടുന്നുണ്ട്? ഹൗസ് സാറ്റ്സിലും ഇടുന്നുണ്ട്, നേവൽ സാറ്റ്സിലും എന്തിട്ട് കൊണക്റ്റീവ്സ് ആയി ഫോം വേണം. ഓക്കെ, പക്ഷെ കോമ്പരറ്റീവ് സാറ്റ്സിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹൗസ് സാറ്റ്സിൽ കൊണക്റ്റീവ്സ് ആയി ഫോമിൻ്റെ ആവശ്യമില്ല. നേവൽ സാറ്റ്സിൽ എന്ന് വെച്ചാൽ ഈ ആൾസോബ് അല്ലെങ്കിൽ ആൾസ് വരുന്ന സെൻറ്റൻസിലാണ് എന്തിൻ്റെ ആവശ്യം വരിക? ഈ കൊണക്റ്റീവ്സ് വയുടെ ആവശ്യം വരിക. ഓക്കെ, അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ അവൻ അവനൊരു പ്രേതത്തെ കണ്ടതുപോലെ പേടിച്ചിരുന്നു. ഓക്കെ, ജസ്റ്റ് ഞാൻ ഒരു സെന്റൻസ് പറയാം. അവനെന്താ ഒരു പ്രേതത്തെ കണ്ടതുപോലെ പേടിച്ചിരുന്നു. ഓക്കെ, അപ്പൊ അവൻ എങ്ങനെയാണ് പേടിച്ചിരുന്നത്? ഒരു പ്രേതത്തെ കണ്ട പോലെയാണ്. പക്ഷെ എന്ന് വെച്ചാൽ അവനത് കണ്ടു എന്നാണോ? അല്ല, എന്ന് വെച്ചാൽ അവനത് കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ എന്താ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്തു, അതുപോലെ അവൻ എന്ത് ചെയ്തു? പേടിച്ചിരുന്നു. അപ്പൊ എന്താ ആ രീതി പറയുന്നത് എന്ന് വെച്ചാൽ അവിടെ പോലെ എന്നുള്ള യൂസേജ് കണ്ടോ? ഇവിടെ പോലെ. അപ്പൊ അതുപോലെ അങ്ങനെ സിറ്റുവേഷൻ നടന്നിട്ടില്ല, പക്ഷെ നിങ്ങൾ എന്താ ഗസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അവനെന്താ പ്രേതത്തെ കണ്ട പോലെ പേടിച്ചിരുന്നത് നിങ്ങൾ പറയുമ്പോൾ അവിടെയാണ് ഏതിൻ്റെ യൂസ് വരിക? കോമ്പരറ്റീവ് സാറ്റ്സിൻ്റെ യൂസ് വരിക. ഓക്കെ, അപ്പോൾ എന്താണ് അവൻ പേടിച്ചിരുന്നു എന്നുള്ള കാര്യം ആദ്യം ഹൗസ് സാറ്റ്സ് പറയാം. എന്നിട്ട് എന്താ പോലെ, അത് ഏതിലാണ് വരിക? നമ്മുടെ കണക്ടർ വന്നാക്കുന്ന സെൻസ് ഏതാ? അവൻ പ്രേതത്തെ കണ്ട പോലെ, അതാണ് എന്ത്? നേവൽ സാറ്റ്സ് വരിക. ഓക്കെ, അപ്പോൾ ആ രീതി പറയുന്ന സെൻസ് ആണിത് കോമ്പരറ്റീവ് സാറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നേവൽ സാറ്റ്സ് നമ്മൾ ഇടുന്ന കണക്ടേഴ്സ് ആണ് ഏത്? ആൾസോബ് അല്ലെങ്കിൽ ആൾസ്. ഓക്കെ, അപ്പോൾ ആൾസോബ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആൾസോബ് യൂസ് ചെയ്യുന്നെങ്കിൽ വെർബ് എൻഡ്. വെർബ് എവിടെയായിരിക്കും? എൻഡിലായിരിക്കും. മറിച്ച് ആൾസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിലോ വെർബ് എവിടെ വരും? ഫസ്റ്റ് ഇപ്പോൾ ആൾസ് ആണെങ്കിൽ ആൾസ് കഴിഞ്ഞാൽ പ്ലസ് വേർബാണ്. ഓക്കെ, ആൾസ് കഴിഞ്ഞ പാടെ എന്താണ് വരിക? വേർബാണ് വരിക. കോമ കഴിഞ്ഞ ആൾസ് കഴിഞ്ഞാൽ വേർബാണ് വരിക. പക്ഷേ മറിച്ച് ആൾസോബ് ആണ് ഇടുന്നെങ്കിലോ വെർബ് എൻഡിലായിരിക്കും പോവുക. മീനിങ് എന്താ? സെയിം തന്നെ ആസീഫ് അല്ലെങ്കിൽ പോലെ എന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഒരു ഗസ്, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ ഗസ് പറയുന്നു. ഓക്കെ, അവനെ നിങ്ങൾ കാണുമ്പോൾ എന്താ അവൻ പേടിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ പറയുന്നു. അവനൊരു പ്രേതത്തെ കണ്ട പോലെയാണ് പേടിച്ചിരുന്നത്. തേർഡ് പേഴ്സണോട് നിങ്ങൾ പറയും അവനൊരു പ്രേതത്തെ കണ്ട പോലെയാണ് അവൻ പേടിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് പറയാം, കോമ്പരറ്റീവ് സാറ്റ്സ് പറയാം. അപ്പോൾ ആ ഒരു പോലെ എന്നുള്ളൊരു മീനിങ് ആണ് ഇത് കോമ്പരറ്റീവ് സാറ്റ്സ് വഴി വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് എക്സാമ്പിൾസിലേക്ക് കിടക്കാം. ഇപ്പൊ എന്താ അവൻ എങ്ങനെയാ പേടിച്ചിരുന്നത്? പ്രേതത്തെ കണ്ട പോലെ അല്ലേ? എങ്ങനെയാ? ഈസ്റ്റ് സേർ എന്താണ്? എർഷ്ട്രോക്കൻ ആണ്. അപ്പൊ എന്താവും? എർഷ്ട്രോക്കൻ ആണ് ഏത് പറയാ? അതിന്റെ പാർട്ടിസിപ്പിൾസ് വരിക. അപ്പൊ എന്താ? എർഷ്ട്രോക്കൻ അല്ലേ? ഇനി എന്താ? പ്രേതത്തെ കണ്ട പോലെ. അപ്പൊ എങ്ങനെയായിരിക്കും പറയാ? ആൾസോബ് എന്ത്? einen Geist. പ്രേതത്തിന് പറയുന്നത് എന്താ? ഗൈസ്റ്റ് എന്നാണ്. അപ്പൊ എന്താ? einen Geist. പിന്നെ ഇവിടെയാണ് ആൾസോബ് വരുന്ന സെൻസിലാണ് എന്ത് വേണ്ടേ? കൊണക്കീസ് ആയി വേണ്ടത്. ഓക്കെ, ഇപ്പൊ എന്താ? ഗെസേൻ കണ്ടായിരുന്നത് പോലെ. ഗെസേൻ ഹേറ്റ്. ഗെസേൻ ഹാവൻ വേർബാണ്. സോ ഗെസേൻ ഹേറ്റ് കൊണക്കീസ് ആയി ഫോം ഗെസേൻ ഹേറ്റ്. ഓക്കെ, സേന്റെ പാസ്റ്റിലുള്ള കൊണക്റ്റീവ് ആയി ഫോമാണ് ഇത് ഇവിടെ ഇട്ടാക്കുന്നത്. അപ്പൊ എർഷ്ട്രോക്കൻ അവനെന്താ? വളരെ പേടിച്ചിരുന്നു. എന്തുപോലെ? ആൾസോബ് einen Geist gesehen hatte. അവനൊരു പ്രേതത്തെ കണ്ട പോലെ പേടിച്ചിരുന്നു. ഓക്കെ, അപ്പൊ അതാണ് എന്ത് ഇവിടെ കൊണക്റ്റീവ് വൈയില് കോമ്പരറ്റീവ് ഫോം എന്ന് പറയുന്നത്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പോലെ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അവനെന്താ? അവന് ഹെൽപ്പ് ആവശ്യമുള്ളതുപോലെ കാണപ്പെടുന്നു എന്ന് പറയാൻ നോക്കുക. അവന് ഹെൽപ്പ് ആവശ്യമുള്ളതുപോലെ കാണപ്പെടുന്നു എന്ന് പറയാൻ നോക്കുക. അപ്പൊ എങ്ങനെയായിരിക്കും? അവൻ എങ്ങനെ കാണപ്പെടുന്നു എന്നുള്ളത് ആദ്യം എഴുതുക. രണ്ടാമത് എന്ത് എഴുതുക?
അവൻ പോലെ എന്ന് വെച്ചാൽ നമ്മൾ കണക്ടർ വരുന്ന സെൻസ് അത് കഴിഞ്ഞ് നെയിംസെൻസ് അത് കഴിഞ്ഞ് എഴുതുക. ഓക്കെ, നെയിംസെൻസ് എന്താ, എന്തുപോലെയാണ്, അവന് ഹെൽപ്പ് ആവശ്യമുള്ളത് പോലെ. ഓക്കെ, എന്ന് വെച്ചാൽ ഹെൽപ്പ് ആവശ്യമുണ്ടെന്നാണോ? അല്ല, ആവശ്യമുണ്ടായിരിക്കാം, അല്ലായിരിക്കാം. അവൻ പ്രേതത്തെ കണ്ടായിരിക്കാം, കണ്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പ്രേതത്തെ കാണാതെ വേറെ എന്തെങ്കിലും ആയിരിക്കും, എന്ന് വെച്ചാൽ എന്തെങ്കിലും കണ്ട് പേടിച്ചതായിരിക്കും. ഓക്കെ, ഇപ്പൊ എന്താ, നിങ്ങൾക്ക് ഉറപ്പില്ല, പക്ഷെ നിങ്ങൾ എന്താ നിങ്ങളുടെ ഗസ് പറയുന്നു, അതുപോലെ എന്താ അവൻ ഇവിടെ ഇരിക്കുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ പറയുന്ന സെന്റൻസ്. അപ്പൊ എന്താ, അവന് ഹെൽപ്പ് ആവശ്യമുള്ളതുപോലെ കാണപ്പെട്ടു. അപ്പൊ എന്താ, അവൻ കാണപ്പെട്ടു എന്നുള്ളത് ആദ്യം എഴുതാം. ഓക്കെ, അപ്പൊ എന്താ, ലുക്സ്. ലുക്സ് എന്ന് പറയുമ്പോൾ ഔസേൻ എന്നുള്ള വേർബാണ്. ലുക്സ്, ഹി ലുക്സ്. ഓക്കെ, ഔസേൻ വരുമ്പോൾ ഔസേൻ റംബാൻ വേർബാണ്. സേൻ എവിടെ വരണം? സെക്കൻഡ് പൊസിഷനിൽ വരണം. ഔസേൻ കൊണ്ട് പോകും, ലാസ്റ്റ് വരും. അപ്പൊ വരുമ്പോൾ കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ എന്താവും? സീഹ്ഡ് എന്നാവും അല്ലെ? എന്താ, seeked, seeked, saw, house. He looked so എന്നൊക്കെ നമ്മൾ പറയും, അതുകൊണ്ട് ജസ്റ്റ് സോ എന്നിട്ടേ ഉള്ളൂ. എന്താ, seeked, saw, house. ഇനിയോ അൽസോബ്. അൽസോബ് എന്തുപോലെ, അവന് ഹെൽപ്പ് ആവശ്യമുള്ള പോലെ. അപ്പൊ എന്താ, അൽസോബ് ഹിൽഫേ. ഹെൽപ്പിന് എന്ത് പറയും? ഹിൽഫേ അല്ലെ? ഹിൽഫേ. ഹിൽഫേ എന്ത്? ഇനി കൊണക്റ്റീവ് വൈ. ഇവിടെ എന്ത് വേണം? കൊണക്റ്റീവ് വൈ വേണം. അൾസോബ് ഉള്ള സെന്റൻസിൽ നെയിംസെൻസിൽ എന്ത് ഉണ്ടായിരിക്കണം? കൊണക്റ്റീവ് വൈ ഫോം ഉണ്ടായിരിക്കും. ഇവിടെ എന്താ, കൊണക്റ്റീവ് വൈ വേണമെന്നില്ല, പക്ഷെ ഇതിൽ എന്താ കൊണക്റ്റീവ് വൈ. ആ പോലെ എന്ന് പറയുന്ന ആ സെന്റൻസിൽ എന്തുണ്ടായിരിക്കണം? കൊണക്റ്റീവ് വൈ ഉണ്ടായിരിക്കണം. അപ്പൊ ആൾസോ ഹിൽഫേ എന്ത്? ആവശ്യമുള്ളത് പോലെ. അപ്പൊ ആവശ്യത്തിന് എന്താ പറയാ? ബ്രൗഹൻ ആണ് അല്ലെ? അപ്പൊ ബ്രൗഹൻ എന്താ, കൊണക്റ്റീവ് വൈ അതിന് തന്നെ ഫോം ചെയ്യാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ, അതിന്റെ കൊണക്റ്റീവ് വൈ നിങ്ങൾക്ക് അറിയെങ്കിൽ അത് എഴുതാം, അല്ലെങ്കിൽ വിർദൻ പ്ലസ് ബ്രൗഹൻ എഴുതാം അല്ലെ? അപ്പൊ എന്താ, കൊണക്റ്റീവ് വൈ അതിന്റെ തന്നെ നമുക്ക് അറിയാം. അപ്പൊ എന്താ, ബ്രോയിഷ്ടെ ആണ് എന്ത്? എന്നെ കൊണക്റ്റീവ് വൈ ബ്രൗഹന്റെ. തൊട്ട് 9ാം ക്ലാസ്സിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവർ എന്ത് ചെയ്യുക? ജസ്റ്റ് വാച്ച് ചെയ്തിട്ട് ഇത് കാണുക. എന്താ, ആൾസോ ഹിൽഫേ ബ്രോയിഷ്ടെ അല്ലെ? സോ ഹൗസ് ആൾസോ ഹിൽഫേ ബ്രോയിഷ്ടെ. അവന് ഹെൽപ്പ് ആവശ്യമുള്ളതുപോലെ എന്ത് കാണപ്പെടുന്നു അല്ലെ? അവന് ഹെൽപ്പ് ആവശ്യമുള്ളതുപോലെ കാണപ്പെടുന്നു. ഇതേതിലാണ് പറഞ്ഞേക്കുന്നത്? ജസ്റ്റ് പ്രസന്റിലാണ് പറയുന്നത്. ഓക്കെ, അവന് ഹെൽപ്പ് ആവശ്യമുള്ളതുപോലെ കാണപ്പെടുന്നു. ജസ്റ്റ് പ്രസന്റിൽ പറയാം. ഇവിടെ പക്ഷെ പറഞ്ഞപ്പോഴോ അവൻ പ്രേതത്തെ കണ്ടായിരുന്നത് പോലെ എന്താണ്? പേടിച്ചിരുന്നു. ഓക്കെ, ജസ്റ്റ് ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? നമ്മൾ കൊണക്റ്റീവ് വൈ കോമ്പറേറ്റീവ് സൈസിൽ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോ എന്താ, ജസ്റ്റ് ഇതേ സെൻസ് നിങ്ങൾക്ക് എന്താ ആൾസിലും പറയാം, ഒരു കുഴപ്പമില്ല. അപ്പൊ എന്താ, ആൾസിൽ പറയുവാണെങ്കിൽ എന്ത് വേണം? ആൾസ് കഴിഞ്ഞവിടെ വേർബ് ആണ് ഇടാം, അത് കഴിഞ്ഞോടെ സബ്ജക്റ്റ് ഇടാം. അപ്പൊ എങ്ങനെയായിരിക്കും? ഈ സെൻസ് മാറ്റുവാണെങ്കിലോ, seeked, saw, house. ഇനിയോ കോമ als bräuchte Hilfe. ഇത് എന്താ, അതേ മീനിങ് തന്നെയാണ്. അവന് ഹെൽപ്പ് ആവശ്യമുള്ളതുപോലെ എന്താണ്? കാണപ്പെടുന്നു. ഓക്കെ, അപ്പൊ അതേ മീനിങ് തന്നെയാണ് ഇതിൽ വരിക. ആൽസിട്ടാലും ആൽസോബ് ഇട്ടാലും. ഓക്കെ, ഇവിടെ ഏതാ ആൽസാണ് ഇട്ടാലും ആൽസിട്ട വെറുപ്പ് അത് കഴിഞ്ഞായിരിക്കും. ആൽസോബ് ആണെങ്കിലോ വെറുബാമ എൻ്റെ ആയിരിക്കും. അതാണ് ഡിഫറൻസ് വരിക രണ്ട് തമ്മിലുള്ള. പക്ഷെ മീനിങ് ഒക്കെ എന്തായാലും സെയിം ആണ് വരിക. എന്ന് വെച്ചാൽ ഇപ്പൊ